മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ തിരുവനന്തപുരത്തെ ബി.ജെ.പി. പ്രവർത്തകർ ആവേശത്തിലാണ്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ദേശീയ നേതൃത്വം മിസോറാം ഗവർണറാക്കി മാറ്റിയ കുമ്മനം തിരിച്ചുവരുമ്പോൾ പാർലമെന്റ് സീറ്റിൽ കുറഞ്ഞ മറ്റൊന്നും ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നില്ല. കുമ്മനം രാജശേഖരന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായ ശശി തരൂരിനും സി ദിവാകരനും കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എതിർ സ്ഥാനാർത്ഥി ആരായാലും പേടിയില്ലെന്നാണ് ശശി തരൂരിന്റെ ആദ്യ പ്രതികരണം. വ്യക്തികൾക്കല്ല, നിലപാടുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമാണ് വോട്ട് കിട്ടുകയെന്നാണ് ശശി തരൂരിന്റെ വാദം. തന്റെ 10 വർഷത്തെ പ്രവർത്തനം ജനങ്ങളുടെ മുന്നിലുണ്ട്, അത് ജനം വിലയിരുത്തട്ടെ എന്നാണ് തരൂർ പറയുന്നത്. നരേന്ദ്രമോദി തന്നെ വന്നേക്കും എന്നാണ് കേട്ടത്. എന്നാൽ ആര് വന്നാലും താൻ ഉയർത്തിക്കാട്ടുന്നത് സ്വന്തം പ്രവർത്തനമാണെന്ന് തരൂർ പറയുന്നു. ബി.ജെ.പി. 5 വർഷമായി കേന്ദ്രം ഭരിക്കുന്നു. CPM കേരളത്തിൽ 3 വർഷമായി ഭരിക്കുന്നു. താൻ ചൂണ്ടിക്കാട്ടുന്നത് 10 വർഷമായി മണ്ഡലത്തിൽ നടപ്പാക്കിയ പദ്ധതികളാണെന്ന് തരൂർ പറയുന്നു. എങ്കിലും അടുപ്പമില്ലെങ്കിലും അറിഞ്ഞിടത്തോളം നല്ല മനുഷ്യനാണ് കുമ്മനം രാജശേഖരനെന്ന് തരൂരിൻ്റെ സർട്ടിഫിക്കറ്റ്. മുൻ ഗവർണറും മുൻ മന്ത്രിയുമാണ് എതിർ സ്ഥാനാർത്ഥികൾ. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പരാമർശിക്കാൻ താനില്ലെന്നും ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കുന്നു. NSSന്റെ വോട്ടുകൾ ചിതറിപ്പോകുമെന്നും തോന്നുന്നില്ല. വികസന പ്രവർത്തനങ്ങൾക്കാകും വോട്ടെന്നും ശശി തരൂർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ മത്സരം കടുക്കുമെന്നാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരൻ വ്യക്തമാക്കിയത്. എതിരാളികൾ ശക്തരാണ്, പക്ഷേ വിജയം തനിക്കൊപ്പം നിൽക്കുമെന്നും സി ദിവാകരൻ പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും ശശി തരൂരിൻ്റെ വാഗ്ദാന ലംഘനങ്ങൾക്കും എതിരെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾക്ക് അനുകൂലമായും തിരുവനന്തപുരത്തുകാർ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുമാണ് സി ദിവാകരൻ്റെ പ്രതികരണം.